ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഭാഗമായിട്ടുള്ള ബയോളജിയുടെ 7ാമത്തെയും 8ാമത്തെയും ലെസനാണ്. അവസാനത്തെ പാർട്ടാണിത്. ഇതോടുകൂടെ നമ്മുടെ 10ാം ക്ലാസ്സിലെ ബയോളജി കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 7ാമത്തെ ലെസനാണ് നാളെയുടെ ജനിതകം. സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെയാണ് ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയുന്നത്. സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെയാണ് ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയുന്നത്. ജൈവ സാങ്കേതിക വിദ്യയുടെ പരമ്പരാഗത രീതിയാണ് ഈസ്റ്റ് എന്ന പൂപ്പൽ റൊട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഈസ്റ്റ് ഒരു പൂപ്പലാണ്. പഞ്ചസാര ആൽക്കഹോളാക്കി മാറ്റാനും വീഞ്ഞ്, അപ്പം, കേക്ക് എന്നിവ നിർമ്മിക്കാനും ബാക്ടീരിയയും പൂപ്പലും ഉപയോഗിക്കാറുണ്ട്. ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജിയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ്. ബയോടെക്നോളജിയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ്. ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായ തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായ തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജെനറ്റിക് എഞ്ചിനീയറിംഗ്. ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമാണ്. ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമാണ്. ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്നത് ലിഗേസ് എൻസൈമാണ്. ജനിതക പശ എന്ന പേരിൽ അറിയപ്പെടുന്നത് ലിഗേസ് എൻസൈമാണ്. ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് വാഹകരാണ്. സാധാരണ ബാക്ടീരിയകളിലെ പ്ലാസ്മിഡാണ് വാഹകരായി ഉപയോഗിക്കുന്നത്. ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനുള്ള വാഹകരായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിലെ പ്ലാസ്മിഡിനെയാണ്. രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകൾ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് ജീൻ ചികിത്സ അല്ലെങ്കിൽ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകൾ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് ജീൻ തെറാപ്പി. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് നടപ്പിലാക്കിയത് 1990 മുതൽ 2003 വരെയാണ്. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ അതിൻ്റെ ജീനോം എന്നാണ് വിളിക്കുന്നത്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ വിളിക്കുന്നതാണ് ജീനോം. മനുഷ്യ DNA-യിൽ തന്നെ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീനുകൾ ഒഴിച്ച് ഭൂരിഭാഗം ജീനുകളും പ്രവർത്തനക്ഷമമല്ല. അതുകൊണ്ട് അവയെ വിളിക്കുന്ന പേരാണ് ജങ്ക് ജീനുകൾ. മനുഷ്യ DNA-യിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീനുകൾ ഒഴിച്ച് ഭൂരിഭാഗം ജീനുകളും പ്രവർത്തനക്ഷമമല്ല. പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെ വിളിക്കുന്നതാണ് ജങ്ക് ജീനുകൾ. മനുഷ്യ ജീനോമിൽ ഏകദേശം 24,000 സജീവ ജീനുകളാണ് ഉള്ളത്. മനുഷ്യ ജീനോമിൽ ഏകദേശം 24,000 സജീവ ജീനുകളാണ് ഉള്ളത്. മനുഷ്യ DNA-യുടെ ഭൂരിഭാഗവും ജങ്ക് ജീനുകളാണ്. മനുഷ്യർ തമ്മിൽ 0.2% മാത്രമാണ് DNA-യിലെ വ്യത്യാസമുള്ളത്. മനുഷ്യർ തമ്മിൽ DNA-യിൽ വ്യത്യാസം കാണപ്പെടുന്നത് 0.2% മാത്രമാണ്. മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ ബാക്ടീരിയയുടേതിന് സമാനമായതാണ്. ജനിതക എഞ്ചിനീയറിംഗിലൂടെ രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കാവുന്ന പ്രോട്ടീനുകളാണ് ഇൻ്റർഫെറോണുകൾ, ഇൻസുലിൻ, എൻഡോർഫിൻ, സൊമാറ്റോട്രോഫിൻ. ഇൻ്റർഫെറോണുകൾ ഉപയോഗിക്കുന്നത് വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്കാണ്. വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്കാണ് ഇൻ്റർഫെറോണുകൾ ഉപയോഗിക്കുന്നത്. പ്രമേഹ ചികിത്സയ്ക്കാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്നത്. വേദനയ്ക്കുള്ള ചികിത്സയ്ക്കാണ് എൻഡോർഫിൻ ഉപയോഗിക്കുന്നത്. എൻഡോർഫിൻ വേദനയ്ക്കുള്ള ചികിത്സയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. വളർച്ചാ വൈകല്യത്തിനുള്ള ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് സൊമാറ്റോട്രോപ്പിനാണ്. ജീൻ എഡിറ്റിങ്ങിനായി ഉപയോഗിക്കുന്ന ഏറ്റവും കാര്യക്ഷമമായ ജനിതക കത്രികയാണ് CRISPR-Cas9. ജീൻ എഡിറ്റിങ്ങിനായി ഉപയോഗിക്കുന്ന ഏറ്റവും കാര്യക്ഷമമായ ജനിതക കത്രികയാണ് CRISPR-Cas9. ഇതിൽ Cas9 എന്ന എൻസൈമും gRNA-യുമാണ് അടങ്ങിയിട്ടുള്ളത്. CRISPR-Cas9-ൽ Cas9 എന്ന എൻസൈമും ഗൈഡഡ് RNA-യുമാണ് അടങ്ങിയിട്ടുള്ളത്.
ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. 1984 അലക് ജെഫ്രിയാണ് DNA പ്രൊഫൈലിംഗ് കണ്ടെത്തിയത്. ഓരോ വ്യക്തിയിലും വിരലടയാളം വ്യത്യസ്തമായ പോലെ തന്നെ DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഈ വിധിയെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന പേരിലും അറിയപ്പെടുന്നത്. DNA പ്രൊഫൈലിങ്ങിനെ തന്നെയാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന പേരിലും അറിയപ്പെടുന്നത്. അവസാനത്തെ ലെസനാണ് ജീവൻ പിന്നിട്ട പാതകൾ. ഏകദേശം 4500 ദശലക്ഷം വർഷം മുമ്പാണ് ഭൂമി രൂപപ്പെട്ടത് എന്നാണ് കണക്കാക്കുന്നത്. ഏകദേശം 4500 ദശലക്ഷം വർഷം മുൻപ് ഭൂമി രൂപപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത്. ഇൻസൈറ്റ് എന്ന പേടകം ചൊവ്വയിൽ ഇറങ്ങിയത് 2018 നവംബർ 26-നാണ്. ഭൂമിയിൽ ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിദ്ധാന്തങ്ങളാണ് പാൻസ്പെർമിയ പരികൽപ്പന, രാസപരിണാമ സിദ്ധാന്തം. പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ജീവൻ ഉത്ഭവിച്ച് ആകസ്മികമായി ഭൂമിയിൽ എത്തിയതാണ് എന്ന് പറയുന്നതാണ് പാൻസ്പെർമിയ പരികൽപ്പന. പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ജീവൻ ഉത്ഭവിച്ച് ആകസ്മികമായി ഭൂമിയിൽ എത്തിയതാകാം എന്ന് പറയുന്നതാണ് പാൻസ്പെർമിയ സിദ്ധാന്തം. ഇത് പറയാൻ കാരണം ഭൂമിയിൽ പതിച്ച ഉൽക്കകളാണ്. ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളുടെ ഫലമായി ജീവൻ ഉത്ഭവിച്ചു എന്ന് പറയുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം. ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രജലത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളുടെ ഫലമായി ജീവൻ ഉത്ഭവിച്ചു എന്ന് പറയുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം. ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ AI ഒപ്പാരിനും BS ഹാൽഡേണുമാണ്. റഷ്യക്കാരനായിട്ടുള്ള AI ഒപ്പാരിനും ബ്രിട്ടീഷുകാരനായിട്ടുള്ള BS ഹാൽഡേണുമാണ് രാസപരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. ആദിമ ഭൂമിയിലെ അന്തരീക്ഷം ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, അമോണിയ, നീരാവി, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ വാതകങ്ങളാണ് കാണപ്പെടുന്നത്. ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, അമോണിയ, നീരാവി, ഹൈഡ്രജൻ സൾഫൈഡ് എന്നിവയാണ് കാണപ്പെടുന്നത്. സ്വതന്ത്ര ഓക്സിജൻ ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ഇല്ല. ആദിമ ഭൂമിയിലെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് ഇടിമിന്നലും അൾട്രാവയലറ്റ് റേസും അഗ്നിപർവ്വത സ്ഫോടനവുമാണ്. വർഷങ്ങളോളം നീണ്ട മഴയാണ് സമുദ്രം രൂപപ്പെടാൻ കാരണമായിട്ടുള്ളത്. ലഘു ജൈവ കണികകളാണ് അമിനോ ആസിഡുകൾ, മോണോസാക്കറൈഡ്, നൈട്രജൻ ബേസുകൾ, ഫാറ്റി ആസിഡുകൾ. സങ്കീർണ ജൈവ കണികകളാണ് പ്രോട്ടീൻ, പോളിസാക്കറൈഡ്, ന്യൂക്ലിയോടൈഡുകൾ, കൊഴുപ്പുകൾ. അമിനോ ആസിഡിൻ്റെ സങ്കീർണ ജൈവ കണികയാണ് പ്രോട്ടീൻ. മോണോസാക്കറൈഡിൻ്റെ സങ്കീർണമായിട്ടുള്ള കണികയാണ് പോളിസാക്കറൈഡ്. നൈട്രജൻ ബേസിൻ്റെ ന്യൂക്ലിയോടൈഡുകളും ഫാറ്റി ആസിഡിൻ്റെ കൊഴുപ്പുകളുമാണ്. ആദിമകോശത്തിൽ കാണപ്പെടുന്നത് ന്യൂക്ലിക് ആസിഡും കൊഴുപ്പ് ആവരണവുമാണ്. ന്യൂക്ലിക് ആസിഡും കൊഴുപ്പ് ആവരണവും അടങ്ങുന്നതാണ് ആദിമകോശം. രാസപരിണാമ സിദ്ധാന്തം ശാസ്ത്രീയമാണ് എന്ന് തെളിയിച്ച പരീക്ഷണമാണ് യൂറേ മില്ലർ പരീക്ഷണം. രാസപരിണാമ സിദ്ധാന്തം ശാസ്ത്രീയമാണെന്ന് തെളിയിച്ച പരീക്ഷണമാണ് യൂറേ മില്ലർ പരീക്ഷണം. കൃത്രിമമായി ആദിമ ഭൗമ അന്തരീക്ഷം രൂപപ്പെടുത്തിയുള്ള പരീക്ഷണമാണ് യൂറേ മില്ലർ പരീക്ഷണം. ഭൂമിയിൽ ആദിമ കോശം രൂപപ്പെട്ടത് 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. ഭൂമിയിൽ ജീവൻ്റെ ഉൽപ്പത്തി ഉണ്ടായതും ആദിമ കോശം രൂപപ്പെട്ടതും 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. പ്രോകാരിയോട്ടുകൾ രൂപം കൊണ്ടിട്ടുള്ളത് 3500 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. യൂക്യാരിയോട്ടുകളും യൂക്യാരിയോട്ട് കോളനികളും രൂപം കൊണ്ടിട്ടുള്ളത് 1500 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. ബഹുകോശ ജീവികൾ ഉത്ഭവിച്ചിട്ടുള്ളത് 1000 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. അജൈവിക തന്മാത്രകൾ ആകസ്മികമായി കൂടിച്ചേർന്നതിൻ്റെ ഫലമായാണ് ജീവൻ ഉത്ഭവിച്ചിട്ടുള്ളത്. അജൈവിക തന്മാത്രകൾ ആകസ്മികമായി കൂടിച്ചേർന്നതിൻ്റെ ഫലമാണ് ജീവൻ്റെ ആവിർഭാവം. അടുത്തത് പരിണാമ ചരിത്രമാണ്. പരിണാമ സിദ്ധാന്തങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ്. ജീവികൾ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വഭാവങ്ങളാണ് സ്വയാർജിത സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. ജീവികൾ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വഭാവങ്ങളാണ് സ്വയാർജിത സ്വഭാവങ്ങൾ. ഇവ തലമുറകളിലൂടെ കൂടിച്ചേർന്ന് പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു. ഇതാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കിൻ്റെ അഭിപ്രായം. ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് ജിറാഫിൻ്റെ കഴുത്ത് രൂപപ്പെട്ടത് ഇങ്ങനെയാണെന്നാണ്. ലാമാർക്കിൻ്റെ ഈ സിദ്ധാന്തം അംഗീകരിക്കപ്പെട്ടില്ല. കാരണം പാരമ്പര്യമായി സ്വയാർജിത സ്വഭാവങ്ങൾ കൈമാറുന്നില്ല.
ജീവികളുടെ പരിണാമവുമായി ബന്ധപ്പെട്ട യുക്തിസഹമായ ശാസ്ത്രീയ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ചാൾസ് റോബർട്ട് ഡാർവിനാണ്. ഇംഗ്ലീഷുകാരനായിട്ടുള്ള ചാൾസ് റോബർട്ട് ഡാർവിനാണ് ഡാർവിനിസം എന്ന ജീവികളുടെ പരിണാമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശാസ്ത്രീയമായ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. HMS ബീഗിൾ എന്ന കപ്പലിൽ ഗാലപ്പഗോസ് ദ്വീപുകളിലേക്കാണ് അദ്ദേഹം പരീക്ഷണം നടത്താനായി പോയത്. 7 വർഷമാണ് അവിടെ താമസിച്ചത്. ഡാർവിൻ്റെ കൃതിയാണ് പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവവർഗത്തിൻ്റെ ഉൽപ്പത്തി, ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അദ്ദേഹം പരീക്ഷണം നടത്തിയത് കുരുവികളിലാണ്. കുരുവികളിലെ കൊക്കിൻ്റെ വൈവിധ്യമാണ് അദ്ദേഹം പരീക്ഷിച്ചത്. ഡാർവിൻ്റെ ചിന്തയെ സ്വാധീനിച്ച സാമ്പത്തിക വിദഗ്ധനാണ് തോമസ് റോബർട്ട് മാൽത്തൂസ്. തോമസ് റോബർട്ട് മാൽത്തൂസിൻ്റെ ആശയമാണ് ഡാർവിൻ്റെ ചിന്തയെ സ്വാധീനിച്ചത്. ഡാർവിന് ശേഷമുണ്ടായ അറിവുകൾ കൂട്ടിച്ചേർത്ത് പുതുക്കി രൂപപ്പെടുത്തിയതാണ് നിയോ ഡാർവിനിസം. ഡച്ചുകാരനായിട്ടുള്ള ഹ്യൂഗോ ഡീപ്രീസ് ആണ് ഉൽപരിവർത്തന സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ളത്. ഡച്ചുകാരനായ ഹ്യൂഗോ ഡീപ്രീസ് ആണ് ഉൽപരിവർത്തന സിദ്ധാന്തം കൊണ്ടുവന്ന വ്യക്തി. ജീനുകൾക്ക് സംഭവിക്കുന്ന ആകസ്മികമായ മാറ്റങ്ങളാണ് ഉൽപരിവർത്തനങ്ങളെന്ന് പറയുന്നത്. ജീനുകൾക്ക് സംഭവിക്കുന്ന ആകസ്മിക മാറ്റങ്ങളാണ് ഉൽപരിവർത്തനങ്ങൾ. ഇങ്ങനെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് വഴി പുതിയ ജീവജാതികൾ രൂപം കൊള്ളുന്നു എന്നാണ് ഉൽപരിവർത്തന സിദ്ധാന്തത്തിൽ പറയുന്നത്. ലഭ്യമായവയിൽ ഏറ്റവും കാലപ്പഴക്കമുള്ള ഫോസിൽ 3.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രോകാരിയോട്ടുകളാണ്. ലഭ്യമായവയിൽ ഏറ്റവും കാലപ്പഴക്കമുള്ള ഫോസിൽ 3.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രോകാരിയോട്ടുകളാണ്. പുരാതന ഫോസിലുകൾക്ക് ലഘുഘടനയും അടുത്ത കാലത്തെ ഫോസിലുകൾക്ക് സങ്കീർണ ഘടനയുമാണ് ഉള്ളത്. ഒരേ ഘടനയുള്ളവയും വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നവയുമായ അവയവങ്ങളാണ് അനുരൂപ അവയവങ്ങൾ അല്ലെങ്കിൽ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഒരേ ഘടനയായിരിക്കും, വ്യത്യസ്ത ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. അനുരൂപ അവയവങ്ങൾ കാണപ്പെടുന്ന ജീവികൾക്ക് ഉദാഹരണമാണ് പല്ലി, വവ്വാൽ, തിമിംഗലം. മനുഷ്യ ഹീമോഗ്ലോബിനിലെ ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡുകളിൽ നിന്നും മറ്റ് ജീവികൾക്കുള്ള വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. ചിമ്പാൻസിക്ക് വ്യത്യാസമൊന്നുമില്ല. ഗൊറില്ലയ്ക്ക് 1 അമിനോ ആസിഡ് വ്യത്യാസമാണ് ഉള്ളത്. എലിക്ക് 31 അമിനോ ആസിഡ് വ്യത്യാസം കാണപ്പെടുന്നു. ആൻഡ്രോപോയിഡ വിഭാഗത്തിൽ വരുന്നതാണ് മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്കുട്ടൻ, ഗിബ്ബൺ, കുരങ്ങുകൾ തുടങ്ങിയവ. ആൻഡ്രോപോയിഡ വിഭാഗത്തിലാണ് മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്കുട്ടൻ, ഗിബ്ബൺ, കുരങ്ങുകൾ. ആൻഡ്രോപോയിഡ 2ആയി പിരിഞ്ഞാണ് സെർക്കോപിത്തിക്കോയിഡയും ഹോമിനോയിഡയും രൂപപ്പെട്ടിട്ടുള്ളത്. സെർക്കോപിത്തിക്കോയിഡയിൽ ഉൾപ്പെടുന്നത് ചെറിയ മസ്തിഷ്കമുള്ള നീളമുള്ള വാലുള്ള ജീവികളാണ്. ചെറിയ മസ്തിഷ്കവും നീളമുള്ള വാലുമാണ് സെർക്കോപിത്തിക്കോയിഡയുടെ പ്രത്യേകത. ഹോമിനോയിഡയുടെ പ്രത്യേകത വികസിച്ച മസ്തിഷ്കമുണ്ടായിരിക്കും. സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന കൈകൾ ഉണ്ടായിരിക്കും. മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതനമായ അംഗമാണ് ആർഡിപിത്തിക്കസ് റാമിഡസ്. മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതനമായ അംഗമാണ് ആർഡിപിത്തിക്കസ് റാമിഡസ്. ആഫ്രിക്കയിൽ നിന്നാണ് ഫോസിൽ കണ്ടെത്തിയിട്ടുള്ളത്. മെലിഞ്ഞ ശരീരത്തോട് കൂടിയിട്ടുള്ളതാണ് ആസ്ട്രലോപിത്തിക്കസ് അഫറൻസിസ്. മെലിഞ്ഞ ശരീരമുള്ളവയാണ് ആസ്ട്രലോപിത്തിക്കസ് അഫറൻസിസ്. ഫോസിൽ കണ്ടെത്തിയത് ആഫ്രിക്കയിൽ നിന്നാണ്. ഹോമോ ഹാബിലിസിൻ്റെ പ്രത്യേകത കല്ലിൽ നിന്നും അസ്ഥികഷ്ണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിച്ചു. കല്ലിൽ നിന്നും അസ്ഥികഷ്ണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിച്ചത് ഹോമോ ഹാബിലിസ് ആണ്. ഇതിൻ്റെ ഫോസിലും ആഫ്രിക്കയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഹോമോ ഇറക്റ്റസിൻ്റെ പ്രത്യേകത കട്ടിയുള്ള കീഴ്ത്താടിയും വലിയ പല്ലുകളും നിവർന്നു നിൽക്കാനുള്ള കഴിവുമാണ്. കട്ടിയുള്ള കീഴ്ത്താടിയും വലിയ പല്ലുകളും നിവർന്നു നിൽക്കാനുള്ള കഴിവുമുള്ള വിഭാഗമാണ് ഹോമോ ഇറക്റ്റസ്. ഹോമോ ഇറക്റ്റസിൻ്റെ ഫോസിൽ കണ്ടെത്തിയത് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമാണ്. ആധുനിക മനുഷ്യനെ സമകാലീനരായിട്ടുള്ളവരാണ് ഹോമോ നിയാണ്ടർതാലൻസിസ്. ആധുനിക മനുഷ്യനെ സമകാലീനരായിട്ടുള്ളവരാണ് ഹോമോ നിയാണ്ടർതാലൻസിസ്. ഇവരുടെ ഫോസിൽ കണ്ടെത്തിയിട്ടുള്ളത് യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നുമാണ്. ആധുനിക മനുഷ്യനാണ് ഹോമോസാപ്പിയൻസ്. ആധുനിക മനുഷ്യൻ ഹോമോസാപ്പിയൻസ് വിഭാഗത്തിലാണ്. ആദ്യ ഫോസിൽ കണ്ടെത്തിയത് ഫ്രാൻസിൽ നിന്നാണ്. ഹോമോസാപ്പിയൻസിൻ്റെ ആദ്യ ഫോസിൽ കണ്ടെത്തിയത് ഫ്രാൻസിൽ നിന്നാണ്. ഇതുവരെ 5 കൂട്ട വംശനാശങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇതുവരെയായി 5 കൂട്ട വംശനാശങ്ങൾ നടന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രയുമാണ് ബയോളജിയുടെ ഭാഗത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്